സൗഹൃദ കൂട്ടായ്മയിൽ വിരിയുന്ന ആശയങ്ങൾ പൂക്കളങ്ങളാകുമ്പോൾ കാഴ്ചക്കാരിൽ അത് കൗതുകവും ഓർമ്മ പുതുക്കലും നിറയ്ക്കുന്നു. തിരുവനന്തപുരം കോട്ടൂർ എലിമലയിൽ രാമായണത്തിലെ വെട്ടേറ്റ് വീണ ജടായുവിന്റെ രൂപത്തിലുള്ള അത്തപ്പൂക്കളം അതിനൊരു ഉദാഹരണമാണ്. റിപ്പോർട്ടിലേക്ക്. വിവിധതരം പൂക്കളങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷം. സൗഹൃദത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആശയങ്ങൾ ഉൾക്കൊണ്ട പലതരം രൂപങ്ങൾ അത്തപ്പൂക്കളങ്ങളിൽ നിറഞ്ഞപ്പോൾ കാഴ്ചക്കാർക്കും അത് കൗതുകമായി. കോട്ടൂർ എലിമലയിലെ സൗഹൃദ കൂട്ടായ്മ തയ്യാറാക്കിയത് ജടായുവിന്റെ രൂപമുള്ള അത്തപ്പൂക്കളമാണ്. ഓണക്കാല കൂട്ടായ്മ സജീവമായപ്പോൾ ഏവരും ഒത്തൊരുമിച്ചാണ് ജടായുവിന്റെ രൂപം തയ്യാറാക്കാം എന്ന് തീരുമാനിച്ചത്. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് തന്നെയാണ് ഇത് ചെയ്തത്. 10-20 അടുപ്പിച്ച് പയ്യന്മാരുണ്ടായിരുന്നു. പിന്നെ വെൽഡിംഗ് എന്ന് പറഞ്ഞ കുറച്ച് എല്ലാവരെയും വർക്ക് ഇത് നല്ല എഫേർട്ട് എടുത്താണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളിതിൽ കൂടുതലും മൊട്ടുപിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 100-120 ബോക്സ് മൊട്ടുപിൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹോൾസെയിൽ റേറ്റിന് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അത് ഒരു 23,000 സംതിങ്ങോളം ഈ പൂ മേടിക്കാനായിട്ടായിട്ടുണ്ട്. എല്ലാം ഞങ്ങളങ്ങനെ ഓവറായിട്ട് ആരെയും അങ്ങനെ ക്യാഷ് വാങ്ങാറില്ല. നമ്മളെ പയ്യന്മാരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ക്യാഷ് വാങ്ങുന്നതും. എല്ലാവരും നല്ല സഹകരണമാണ്. പ്രദേശത്തു നിന്നും എടുത്ത ചെളിമണ്ണിൽ ജടായു ശില്പം റോഡരികിൽ നിർമ്മിച്ചു. തുടർന്ന് മുട്ടുസൂചിയിൽ കുത്തിയ പൂക്കൾ അതിൽ ഉറപ്പിച്ച് പൂക്കളം തയ്യാറാക്കി. ഇത്തരം അത്തപ്പൂക്കളങ്ങളിലൂടെ വലിയ ആശയങ്ങളാണ് ഇപ്പോഴത്തെ യുവത്വം നമുക്ക് മുന്നിലേക്ക് പകർന്നു നൽകുന്നത്. ക്യാമറാമാൻ വൈശാഖിനൊപ്പം അരുണിമ കൃഷ്ണൻ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.